വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് എല്ലാവരും കണ്ടു കാണുമല്ലോ. അടുത്ത ദിവസത്തെ ക്ലാസ്സിന് മുന്നോടിയായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിത്യജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ആംഗിൾസ് കാണാൻ സാധിക്കും. നാം പഠിക്കുന്ന പുസ്തകം, ജനല്, വാതില്, രണ്ട് ഭിത്തികൾ ചേരുന്ന സ്ഥലത്ത്, തറയില്, കസേര, മേശ, ടീപ്പോയി, ബെഞ്ച്, ഡെസ്ക്, കട്ടിൽ ഇവയിലെല്ലാം നമുക്ക് ആംഗിൾസ് കാണുവാൻ സാധിക്കും. സാധാരണ നാം എപ്പോഴും ക്ലോക്കിൽ സമയം നോക്കാറുണ്ടല്ലോ. അവിടെ മിനിറ്റ് സൂചിയുടെയും അവർ സൂചിയുടെയും ഇടയ്ക്കുണ്ടാകുന്ന വിരിവാണ് ആംഗിൾ. അതുപോലെ തന്നെ സെക്കൻഡ് സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലും ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ആംഗിൾസിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അകലമാണ് ഡിസ്റ്റൻസ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദൂരമാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, ഡെസിമീറ്റർ, ഡെക്കാമീറ്റർ, ഹെക്ടാമീറ്റർ, കിലോമീറ്റർ ഇവയാണ്. ഇതിൽ കുട്ടികൾ സാധാരണയായി യൂസ് ചെയ്യുന്നത് സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ രണ്ട് പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് മൂവ് ചെയ്ത ദൂരത്തെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ആംഗിൾസ് എന്താണെന്ന് നോക്കാം. രണ്ട് ലൈനുകൾ ഒരു പൊതുവായ പോയിന്റിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ആംഗിൾസ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ രണ്ട് ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവ ഒരു പൊതുവായ ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ മാത്രമേ ആംഗിൾസ് ഉണ്ടാകുന്നുള്ളൂ. ഇതുപോലെ ഒരു ആംഗിള് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ വരച്ചു നോക്കൂ. മുകളിൽ കാണുന്നത് പോലെ പലതരത്തിൽ നമുക്ക് ആംഗിൾസ് വരയ്ക്കാം. താഴത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ രണ്ട് ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവിടെ ആംഗിൾസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, കാരണം അവ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ആംഗിൾ മെഷർമെന്റ് എന്താണെന്ന് നോക്കാം. ആംഗിൾസ് ഉണ്ടാകുന്നത് രണ്ട് ലൈനുകൾ കൂടി ചേരുമ്പോഴാണല്ലോ. അതിലെ ഒരു ലൈൻ മറ്റേ ലൈനിലേക്ക് എന്തുമാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു, അതാണ് ആംഗിൾ മെഷർമെന്റ്. ഈ ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒന്ന് കാണാം. ഈ അടയാളപ്പെടുത്തി കാണുന്നതാണ് ആംഗിളിന്റെ മെഷർമെന്റ്. നമ്മൾ സാധാരണയായി ആംഗിൾ മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ ലൈനിന്റെ ഇടയിൽ ചെറിയൊരു ആർക്ക് വരച്ചാണ്. ഇവിടെ കാണുന്നത് പോലെ താഴത്തെ ലൈനിൽ നിന്ന് മുകളിലത്തെ ലൈനിലേക്കുള്ള റൊട്ടേഷനാണ് നമ്മൾ അളക്കുന്നത്. നേരത്തെ ഡിസ്റ്റൻസ് അളക്കുന്നതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ, മീറ്റർ ഇവയൊക്കെയാണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിഗ്രിയാണ്. ഇവിടെ ഡിഗ്രി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നമ്പറിൻ്റെ അല്പം മുകളിൽ വലതുവശത്തായി ചെറിയ പൂജ്യമിട്ടാണ് ഡിഗ്രി ഡിനോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ സെറ്റ് സ്ക്വയേഴ്സ് പരിചയപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതിലെ ആംഗിൾസ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നീളമുള്ള സെറ്റ് സ്ക്വയർ ആണ് ആദ്യം കാണുന്നത്.
ഇതിന് ഒരു ട്രയാങ്കിളിൻ്റെ ആകൃതിയാണ്. ഇവിടെ 3 വശങ്ങളുണ്ട്, 3 ആംഗിൾസും ഉണ്ട്. 3 വശങ്ങളുടെയും നീളം വ്യത്യസ്തമാണ്, അതിനാൽ 3 ആംഗിൾസും വ്യത്യസ്തമാണ്. രണ്ടാമത്തെ സെറ്റ് സ്ക്വയറിനും ഒരു ട്രയാങ്കിളിൻ്റെ ആകൃതിയാണ്. ഇവിടെയും 3 വശങ്ങളുണ്ട്, 3 ആംഗിൾസും ഉണ്ട്. പക്ഷെ 2 വശങ്ങളുടെ നീളം തുല്യമാണ്, അതിനാൽ 2 ആംഗിൾസും തുല്യമാണ്. ഈ 2 സെറ്റ് സ്ക്വയറിലും 2 സൈഡ്സ് പെർപെൻഡിക്കുലർ ആണ്. അതിനാൽ അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ആംഗിള് റൈറ്റ് ആംഗിൾ ആയിരിക്കും, അതായത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന സെറ്റ് സ്ക്വയറിലേക്ക് നോക്കൂ. ഇതിന്റെ 2 വശങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് 2 ആംഗിൾസും തുല്യമായിരിക്കും. ഈ സെറ്റ് സ്ക്വയറിന്റെ റൈറ്റ് ആംഗിൾ നമ്മൾ കണ്ടതാണ്. 2 പെർപെൻഡിക്കുലർ സൈഡിന്റെ ഇടയിലാണ് റൈറ്റ് ആംഗിൾ ഉണ്ടാകുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കുട്ടികളെ, അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിലെ റൈറ്റ് ആംഗിൾ ഏതാണ്? ഇതാണ് അല്ലേ? ഇവിടെ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ, അതായത് 90 ഡിഗ്രി ആയിരിക്കും. മറ്റ് 2 ആംഗിളുകൾ തുല്യവുമായിരിക്കും. ഇനിയിപ്പോൾ സെറ്റ് സ്ക്വയർ കണ്ടാൽ അതിൻ്റെ ആംഗിളിനെ പറ്റി എല്ലാവർക്കും പറയാൻ സാധിക്കുമല്ലോ. ഇവിടെ കാണിച്ചിരിക്കുന്നത് നീളം കൂടിയ സെറ്റ് സ്ക്വയർ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 3 വശങ്ങളും വ്യത്യസ്തമാണ്, അതുകൊണ്ട് 3 കോണുകളും വ്യത്യസ്തമായിരിക്കും. ഇതിൻ്റെ റൈറ്റ് ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. റൈറ്റ് ആംഗിൾ ഉണ്ടാകുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ മുമ്പ് കണ്ടതുപോലെ ഇതായിരിക്കും ഇതിൻ്റെ റൈറ്റ് ആംഗിൾ. നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് പോലെ തന്നെ നീളം കൂടിയ വശത്തുണ്ടാകുന്ന ആംഗിൾ ചെറുതും നീളം കുറഞ്ഞ വശത്തുണ്ടാകുന്ന ആംഗിൾ വലുതുമായിരിക്കും. അപ്പോൾ 2 സെറ്റ് സ്ക്വയറുകളിലെയും ആംഗിളുകളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭിച്ചു കാണുമല്ലോ. ഇവിടെ സെറ്റ് സ്ക്വയറിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർമ്മിക്കാം. ഒന്ന് നീളം കുറഞ്ഞ സെറ്റ് സ്ക്വയറും മറ്റത് നീളം കൂടിയ സെറ്റ് സ്ക്വയറുമാണ്. നീളം കുറഞ്ഞ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ആംഗിൾ റൈറ്റ് ആംഗിളും മറ്റ് 2 ആംഗിൾസ് തുല്യ ആംഗിൾസും ആയിരിക്കും. നീളം കൂടിയ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ആംഗിള് റൈറ്റ് ആംഗിളും മറ്റ് 2 ആംഗിൾസ് വ്യത്യസ്തവുമായിരിക്കും. അതിനകത്ത് നീളം കൂടിയ വശത്തുണ്ടാകുന്ന ആംഗിള് ചെറുതും നീളം കുറഞ്ഞ വശത്തുണ്ടാകുന്നത് വലിയ ആംഗിളും ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോമെട്രി ബോക്സ് പരിശോധിച്ച്, ഇൻസ്ട്രുമെന്റ് ബോക്സ് പരിശോധിച്ച് നിങ്ങളുടെ സെറ്റ് സ്ക്വയറിലെ ആംഗിളുകൾ ഒന്ന് മനസ്സിലാക്കുകയാണ്. 2 സെറ്റ് സ്ക്വയറിലെയും റൈറ്റ് ആംഗിൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നീളം കൂടിയ വശത്തുണ്ടാകുന്ന ചെറിയ ആംഗിള്, നീളം കുറഞ്ഞ വശത്തുണ്ടാകുന്ന വലിയ ആംഗിള്, തുല്യ ആംഗിള്, ഇവയൊക്കെ മനസ്സിലാക്കി ആംഗിൾസുമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒരു സർക്കിളിനെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 4 തുല്യ ഭാഗങ്ങളാക്കുന്ന വിധമാണ് ഇനി കാണിക്കുന്നത്. അതിനായി കോമ്പസ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. സെന്റർ അടയാളപ്പെടുത്തുക. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 സെറ്റ് സ്ക്വയർ ആണുള്ളത്. 2 സെറ്റ് സ്ക്വയറിലും റൈറ്റ് ആംഗിൾ ഉണ്ട്. ഇഷ്ടമുള്ള സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം നിങ്ങൾക്ക്.
അത് ഉപയോഗിച്ച് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അതിൻ്റെ റൈറ്റ് ആംഗിളിൻ്റെ കോർണർ സർക്കിളിൻ്റെ സെൻറ്ററിൽ വരത്തക്ക വിധം സെറ്റ് സ്ക്വയർ ക്രമീകരിക്കുക. ഇപ്പോൾ നിങ്ങൾ സെറ്റ് സ്ക്വയർ വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലേ? ആണെങ്കിൽ സെറ്റ് സ്ക്വയറിലെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ വശങ്ങൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു ഭാഗം ലഭിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം വരയ്ക്കുന്നതിനായി ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ സെറ്റ് സ്ക്വയറിലെ റൈറ്റ് ആംഗിളിൻ്റെ കോർണർ സർക്കിളിൻ്റെ സെൻറ്ററിൽ വരുന്നത് പോലെ സെറ്റ് സ്ക്വയർ തിരിച്ചു വയ്ക്കുക. വീണ്ടും റൈറ്റ് ആംഗിളിൻ്റെ സൈഡ്സ് വരയ്ക്കുക. നേരത്തെ തന്നെ ഒരു വശം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ വശവും വരച്ചാൽ മതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗം വരച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ഭാഗം വരയ്ക്കാൻ സെറ്റ് സ്ക്വയർ താഴേക്കാക്കി നേരത്തെ പോലെ തന്നെ സെറ്റ് സ്ക്വയറിൻ്റെ റൈറ്റ് ആംഗിളിൻ്റെ കോർണർ സർക്കിളിൻ്റെ സെൻറ്ററിൽ വരത്തക്ക വിധം ക്രമീകരിക്കുക. പെർപെൻഡിക്കുലർ സൈഡ്സ് വരയ്ക്കുക. ഇപ്പോൾ സർക്കിളിനെ 3 ഭാഗമായി ഭാഗിച്ചതായി നിങ്ങൾക്ക് മനസ്സിലാകും. സെറ്റ് സ്ക്വയർ മാറ്റിയാൽ സർക്കിളിനെ 4 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് സർക്കിളിനെ 4 തുല്യ ഭാഗങ്ങളാക്കാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് സെറ്റ് സ്ക്വയറിൻ്റെ റൈറ്റ് ആംഗിളാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സർക്കിളിനെ 6 തുല്യ ഭാഗങ്ങളാക്കാൻ പോവുകയാണ്. അത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം വിക്ടേഴ്സ് ചാനലിൽ കൂടി നിങ്ങളെല്ലാം വിശദമായിട്ട് കണ്ടതാണല്ലോ. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് ആംഗിളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സർക്കിളിനെ 4 തുല്യ ഭാഗങ്ങളാക്കാൻ നമ്മൾ ഏത് സെറ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്തത്? 2 സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം അല്ലേ? ഏത് ആംഗിളാണ് യൂസ് ചെയ്തത്? 2 സെറ്റ് സ്ക്വയറിലെയും റൈറ്റ് ആംഗിൾ യൂസ് ചെയ്യാം അല്ലേ? നമ്മൾ നേരത്തെ തന്നെ നീളം കൂടിയ സെറ്റ് സ്ക്വയർ പരിചയപ്പെട്ടതാണല്ലോ. അതിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഒരു ആംഗിള് റൈറ്റ് ആംഗിളാണ്. മറ്റു 2 ആംഗിൾസ് ഒന്ന് നീളം കൂടിയ വശത്തുണ്ടാകുന്നത് എങ്ങനെയുള്ള ആംഗിളാണ്? ചെറിയ ആംഗിൾ അല്ലേ? നീളം കുറഞ്ഞ വശത്തുണ്ടാകുന്നത് വലിയ ആംഗിളും. അതിലെ വലിയ ആംഗിളാണ് നമ്മൾ സർക്കിളിനെ 6 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കിളിനെ 6 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ നീളം കൂടിയ സെറ്റ് സ്ക്വയറിലെ വലിയ ആംഗിളാണ്. അതെല്ലാവരും ഓർമ്മിക്കുമല്ലോ. ഇനി നമുക്ക് സർക്കിളിനെ 8 തുല്യ ഭാഗങ്ങളാക്കാൻ ഏത് സെറ്റ് സ്ക്വയർ ആണ് ഉപയോഗിക്കേണ്ടത്? അതിലെ ചെറിയ സെറ്റ് സ്ക്വയർ ആണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഒരു ആംഗിള് റൈറ്റ് ആംഗിളാണ്, മറ്റ് 2 ആംഗിൾസ് ഈക്വൽ ആംഗിൾസ് ആണ്. ആ ഈക്വൽ ആംഗിൾസിൽ ഒരു ആംഗിള് സർക്കിളിൻ്റെ സെൻറ്ററിൽ വരത്തക്ക വിധം ക്രമീകരിച്ചാണ് 8 തുല്യ ഭാഗങ്ങളാക്കുന്നത്. സർക്കിളിനെ 12 തുല്യ ഭാഗങ്ങളാക്കാൻ വലിയ സെറ്റ് സ്ക്വയറിലെ ചെറിയ ആംഗിളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിവിടെ പഠിച്ചത് സർക്കിളിനെ 4ആയി ഭാഗിക്കാനായിട്ട് റൈറ്റ് ആംഗിൾ യൂസ് ചെയ്യണം. 2 സെറ്റ് സ്ക്വയറിലെ റൈറ്റ് ആംഗിൾ ഉപയോഗിക്കാം.
സർക്കിളിനെ 6 തുല്യ ഭാഗങ്ങളാക്കാനായിട്ട് ചെറിയ സെറ്റ് സ്ക്വയറിലെ വലിയ ആംഗിളാണ് യൂസ് ചെയ്യേണ്ടത്. സർക്കിളിനെ 8 തുല്യ ഭാഗങ്ങളാക്കാനായിട്ട് ചെറിയ സെറ്റ് സ്ക്വയറിലെ ഈക്വൽ ആംഗിൾസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ സർക്കിളിനെ 12 ആയിട്ട് ഭാഗിക്കാനായിട്ട് വലിയ സെറ്റ് സ്ക്വയറിലെ ചെറിയ ആംഗിളാണ് യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ബുക്കിൽ എഴുതി സൂക്ഷിക്കുക. സ്കൂൾ തുറന്നു വരുമ്പോൾ അത് പരിശോധിക്കുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതുപോലെ വീഡിയോയിലൂടെ നൽകുന്നതാണ്. താങ്ക് യു.